പോലീസുകാർക്ക് ഇതെന്താണ് സംഭവിക്കുന്നത്? സാധാരണക്കാരെ പോലും വേട്ടയാടുന്നവരായി കാക്കിയിട്ടവർ മാറുന്ന കാഴ്ച. തിരുവനന്തപുരം മണ്ണന്തലയിൽ പോലീസുകാരൻ്റെ അതിക്രമത്തിന് ഇരയായത് ഒരു ടിപ്പർ ലോറി ഡ്രൈവറാണ്. മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെ SI സമ്പത്ത് അകാരണമായി മർദ്ദിച്ചെന്നാണ് പരാതി. പോലീസ് നടപടികൾ സാധാരണക്കാർക്ക് മൊബൈലിൽ ചിത്രീകരിക്കാമെന്ന DGPയുടെ ഉത്തരവ് നിലനിൽക്കെ SI മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതേസമയം മണ്ണടിക്കാനുള്ള പാസിൻ്റെ സമയത്തിൽ കൃത്രിമം കാണിച്ച് കൂടുതൽ ലോഡ് കൊണ്ടുപോകുന്നു എന്നാണ് SIയുടെ വിശദീകരണം. മണ്ണന്തലയിൽ പുതുതായി ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. ഈ മണ്ണ് സമീപത്ത് തന്നെയുള്ള മറ്റൊരു വസ്തുവിലാണ് നിക്ഷേപിക്കുന്നത്. മണ്ണ് മാറ്റുന്നതിന് മണ്ണന്തല സ്വദേശിയായ ഹരിലാൽ കരാർ ഏറ്റെടുത്തു. 2 ടിപ്പർ ലോറികൾ വാടകയ്ക്കെടുത്താണ് മണ്ണ് നീക്കം ചെയ്യുന്നത്. കൃത്യമായി പാസ് എഴുതിയാണ് മണ്ണ് കൊണ്ടുപോകുന്നതെന്ന് കരാറുകാരൻ പറയുന്നു. മണ്ണെടുക്കുന്ന സ്ഥലത്തെ ഓഫീസിലേക്കെത്തിയ SI സമ്പത്ത് പാസ് എഴുതുന്ന ജീവനക്കാരനെയും ടിപ്പർ ഡ്രൈവറെയും അസഭ്യം പറയുകയും പിന്നീട് ഡ്രൈവറെ കരണത്തടിച്ചുവെന്നുമാണ് പരാതി. നീ പറഞ്ഞു 20 മിനിറ്റ് നീയാണ് സമയം പറഞ്ഞു കൊടുത്തത്. പിന്നെ അവ എങ്ങനെ എഴുതും? എന്റെ ജോലിയെ ജീവിക്കാൻ സമ്മതിക്കൂലേ? കള്ളത്തരം കാണിച്ച് അവനെ ഇരുത്തൂല അവിടെ. ഞാൻ ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല. പിന്നെ നീ സമയം ചോദിച്ച് കൃത്യമായിട്ട് എഴുതാത്തത് 1 മണിക്കൂർ എല്ലാവരും വെക്കാൻ പറ്റില്ല. ഉണ്ടാക്കാൻ വയ്ക്കുന്നത് 1 മണി. ഇതിന്റെ ഉദ്ദേശമാണോ ഇവിടെ നടക്കുന്നത്? ഞാൻ പാസ് വാങ്ങിക്കാൻ ലോഡ് ചെയ്തിട്ട് വണ്ടി പാസ് വാങ്ങിക്കാൻ ചെന്ന സമയത്ത് ഇറങ്ങി വന്ന ഇറക്കത്തിനാണ് അതൊക്കെ കള്ളമണ്ണ ഓർണാതാന്ന് ചോദിച്ചുകൊണ്ട് താടിയിൽ പിടിക്കുകയും കവാലത്ത് ചെറുക്ക് നോക്കി അടിക്കുകയും ചെയ്തു. കരാറുകാരന്റെ ഓഫീസിലേക്ക് എത്തിയ SI അവിടുത്തെ ജീവനക്കാരന്റെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു. പോലീസ് നടപടികൾ മൊബൈലിൽ പൊതുജനം ചിത്രീകരിക്കുമ്പോൾ അത് തടയരുതെന്നാണ് DGPയുടെ ഉത്തരവ്. ഈ ഉത്തരവ് നിലനിൽക്കെയാണ് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയത്. എത്ര സമയം വേണം? മണ്ണ് കൊണ്ടുപോകുന്ന സമയത്ത് കൃത്രിമം കാണിച്ച് കൂടുതൽ ലോഡ് എടുക്കുന്നുവെന്നാണ് SI ആരോപിക്കുന്നത്. നിന്റെ കള്ളത്തനം നമുക്കറിയാം എന്താണെന്ന്. ഈ 1 മണിക്കൂർ വെച്ചിട്ട് ഈ പാസ് ചെയ്യാൻ 3 പ്രാവശ്യം നിങ്ങൾ പോയിട്ട് വരും. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും കൂടുതൽ ലോഡ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് നടപടിയും നേരിടാമെന്നും കരാറുകാരൻ പറയുന്നു. SIക്കെതിരെ DGPക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകുകയും ചെയ്തു. മണ്ണടിക്കാരുടെ അടുത്ത് ചെന്ന് പറയുന്നത്, ഞാൻ വഴയില 3.5 സെന്റ് സ്ഥലം വാങ്ങിച്ചു, ഞാൻ 18,000 രൂപയാണ് എനിക്ക് ശമ്പളമുള്ളത്. ഈ 18,000 രൂപ ശമ്പളമുള്ള എനിക്ക് ജീവിക്കണം എന്നാണ്. നമ്മളോട് അത് സംസാരിച്ചാൽ ഒതുങ്ങാത്തതിന്റെ പേരിൽ മനഃപൂർവ്വം ഈ വണ്ടികൾ കസ്റ്റഡിയിലെടുക്കുക. പരാതി നൽകിയതിന് പിന്നാലെ വീണ്ടും ലോറികൾ പിടികൂടി. ഇത് പ്രതികാര നടപടിയെന്നാണ് കരാറുകാരന്റെ ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം.